Good morning everyone. Welcome back to Aishu's World. ഗൈസ് ഇതാ ഞങ്ങൾ ഇന്ന് മേനകയിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ അത്ര ഒന്നും തിരക്കില്ല എന്നല്ലേ. അതെ, മേനക ആകെ ക്രിസ്മസ് വൈബായിട്ടുണ്ടായിരുന്നു. ഫുൾ അടുത്ത് ക്രിസ്മസ് ഡെക്കറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങളിതാ നേരെ കൃഷ്ണ സിൽക്സിലാണ് കയറിയത്. അവിടെ അത്യാവശ്യം തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വിലക്കുറവുമാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതൊക്കെ വാങ്ങിച്ചു. അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അവിടെ തന്നെ ഉള്ളൊരു കടയിലാണ് കയറിയത്. ഹലോ ഗൈസ്. അപ്പോൾ ദാ എനിക്ക് ഇന്നലെ ചെറിയൊരു പനിയൊക്കെ പിടിച്ച് ആകെ ശോകമായി. പക്ഷെ ഞാൻ പാരസെറ്റമോൾ ഓൾറെഡി പനി തുടങ്ങിയപ്പോൾ തന്നെ ഒരു 2 പാരസെറ്റമോൾ എടുത്ത് കഴിച്ചതുകൊണ്ടാണ് ഇൻഫെക്ഷൻ ഒന്നും ആയിട്ടില്ല. ഇന്നലെ എനിക്ക് ഭയങ്കര കുളിരായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഹാഫ് ഡേ എടുത്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അവർ 2 മരുന്ന് തന്നിട്ടുണ്ട്, പിന്നെ അത് കഴിച്ചു. എന്തായാലും ഞാൻ ഇന്ന് ലീവ് എടുത്തിട്ടില്ല. ഞാൻ ഇന്ന് നേരെ ക്ലിനിക്കിലേക്ക് തന്നെ പോകുന്നു. ഞാൻ ക്ലിനിക്കിൽ വന്നപ്പോഴാണ് ക്ലിനിക്കൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബലൂൺസ് എല്ലാം വോളിലൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാൽ. പകുതി ഡെക്കറേഷൻസൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി മേലെയുള്ള വോളിലൊക്കെ ബലൂൺസൊക്കെ ഒട്ടിച്ചത് ഇതാ ഈ ഇരിക്കുന്ന മഹതിയാണ്. ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നോക്കിയായി, അതുകൊണ്ട് ഞാൻ ക്ലിനിക്കിൽ പോയിന്ന്. പക്ഷേ ആക്ച്വലി ക്ലിനിക്കിൽ പോയി ഇരുന്ന സമയത്തൊന്നും എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷെ എനിക്ക് അൺബെയറബിളായിട്ടുള്ളൊരു തലവേദനയായിരുന്നു. എനിക്ക് ഉറക്കം തന്നെ ഭയങ്കര കുളമായി എൻ്റെ ഉറക്കമൊക്കെ. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പാരസെറ്റമോൾ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങാൻ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ലീവ് എടുത്തു. സോ ഞാൻ ലീവാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ക്രിസ്മസിൻ്റെ ഒരു വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ വ്ളോഗിൻ്റെ ഇടയിൽ ലാസ്റ്റ് എനിക്ക് പനിയും കൂടി പിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ലൈഫ് ഗോയിങ്. പിന്നെ കുറേ നാളായിട്ട് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല. വൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിലൊക്കെ മൊത്തം പെയിൻറ്റിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൊടിയുണ്ട്. ഞാൻ പൊടി അടിച്ചിട്ടാണോ എനിക്ക് BP ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കുറവായിരുന്നു. BP കുറഞ്ഞുകൊണ്ടാണ് ഇത്രയും തലവേദന എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഭയങ്കര ഹെഡേക്കാണ്. ബ്രോഡ്വേ പോയതിൻ്റെ വ്ളോഗാണ് ഇനി എടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഷുഡ് ഐ സ്റ്റോപ്പ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട്. എനിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് പറ്റുന്നില്ല. എനിവേസ് നമുക്ക് ഇന്ന് ഇതിന് നിർത്തിയേക്കാം. അപ്പോൾ ഇന്ന് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്രോഡ്വേ പോയപ്പോൾ അന്ന് തന്നെ കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഒരു 2-3 hours എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് തല കറങ്ങും. അപ്പോൾ ബ്രോഡ്വേ പോയപ്പോഴാണെങ്കിലും ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒട്ടും. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാത്തതിൻ്റെ ആവാം. ഞാൻ അവിടെ വെച്ചു എനിക്ക് സെയിം ഇഷ്ടം തന്നെ ഉണ്ടായിരിക്കും. ഞാനത് മാറി എന്ന് വിചാരിച്ചിരുന്നാണ് എനിക്ക് പിന്നെയും അതേപോലെ തന്നെ അവിടെ വെച്ച് എനിക്ക് തല കറങ്ങിയുണ്ടായി. പിന്നെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ കണ്ടുകൊണ്ട് ഞാൻ വേഗം തന്നെ അവിടെ പോയി ചോദിച്ചു, ഞാൻ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി സമ്മതിച്ച് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ലൈം ജ്യൂസും കുടിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്ക് അധികം നേരം എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ തീർത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്ന അന്ന് രാത്രി ആയപ്പോഴാണ് എനിക്ക് പനി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം ഞാൻ ക്ലിനിക്കിൽ പോയിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ ഓക്കെ ആയെന്ന്. പക്ഷെ അതിന് ശേഷം ഞാൻ ഒട്ടും ഓക്കെ അല്ല. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഇപ്പോഴും എനിക്ക് നല്ല തലവേദനയുണ്ട്. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് എല്ലാം ബെറ്റർ ആകും. ബിഫോർ ക്രിസ്മസ് എല്ലാം ഓക്കെ ആകും എന്ന് തന്നെ ഞാൻ ഹോപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള ഗൈസ്. ബൈ, ടേക്ക് കെയർ. എല്ലാവരും എല്ലാവരുടെയും ഹെൽത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. See you on my next vlog. Bye. Happy Christmas and Happy New Year.